കുറച്ചധികം നാളായി കുക്കിംഗ് വീഡിയോ ഒക്കെ ഇട്ടിട്ട്. അപ്പോൾ ഇന്ന് കുക്കിംഗ് വീഡിയോ ഇടാന്ന് കരുതി. അപ്പോൾ മഴയ്ക്കല്ലേ, എല്ലാവരും സേഫ് ആയിട്ടൊക്കെ ഇരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഇന്ന് അയലയാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ മാങ്ങയൊക്കെ ഇട്ട് തേങ്ങ അരച്ച കറി വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇവിടെ എല്ലാവർക്കും തേങ്ങ അരച്ച മീൻകറി തന്നെയാണ് ഇഷ്ടം. മുളക് കറിയേക്കാളും തേങ്ങ അരച്ച മീൻകറി കഴിക്കാനാണ് എല്ലാവർക്കും ഇഷ്ടം. അപ്പോൾ അതൊക്കെ ഒന്ന് സെറ്റാക്കി അടുപ്പിലേക്ക് വെക്കുന്നുണ്ട്. അപ്പോൾ ആ സമയം കൊണ്ട് കുറച്ച് കൂന്തൽ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് തോരൻ വെക്കാന്ന് കരുതി. അപ്പോൾ കടുകൊക്കെ പൊട്ടിച്ചതിന് ശേഷം കുറച്ച് ചുവന്നുള്ളി അരിഞ്ഞതും കൂടി ഇട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. അപ്പോൾ അതൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന കൂന്തലും കൂടെ അതിലേക്കൊന്ന് ചേർക്കുന്നുണ്ട്. അപ്പോൾ കൂന്തൽ വേകാൻ വേണ്ടിയിട്ട് വേറെ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. കൂന്തലിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങും. വെള്ളമൊക്കെ വറ്റി വന്നപ്പോഴത്തേക്ക് കൂന്തലും വെന്ത് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി അതിലേക്ക് അരപ്പാണ് ഇടുന്നത്. അരപ്പിനായിട്ട് തേങ്ങ, ഇഞ്ചി, വെളുത്തുള്ളി, നല്ല ജീരകം, കുറച്ച് മഞ്ഞപ്പൊടിയും കുറച്ച് മുളക് പൊടിയും കൂടി ഇട്ടൊന്ന് ചതച്ചാണ് എടുക്കുന്നത്. അപ്പോൾ അതും കൂടി ഇതിനകത്ത് ചേർത്തതിന് ശേഷം ഒരു 5 മിനിറ്റ് അടച്ചു വെക്കുമ്പോഴത്തേക്ക് നമ്മുടെ തോരൻ റെഡിയാണ്. ആ സമയം കൊണ്ട് എന്ത് ചെയ്യും, നമ്മുടെ മീനൊക്കെ തിളച്ച് റിസെറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ഒരു മോരും കൂടെ കാച്ചി കഴിഞ്ഞാൽ ഇന്നത്തെ പരിപാടി കഴിയും. അപ്പോൾ മോരില്ലാത്ത ദിവസങ്ങളില്ല, നമുക്ക് എന്നും ഇവിടെ മോരുണ്ടാകും. അരപ്പൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ആവശ്യമായ തൈരും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നല്ല പുളിയുള്ള തൈരാണ് ഇവിടെ മോര് കാച്ചാൻ എടുക്കുന്നത്. ഇവിടെ എല്ലാവർക്കും പുളിയുള്ള തൈരാണ് ഇഷ്ടം. ഒരു ദിവസം കഴിഞ്ഞിട്ട് എടുക്കുമ്പോഴാണ് ഈ മോരുകറിക്ക് നല്ല ടേസ്റ്റ് കിട്ടുന്നത്. അപ്പോൾ ഇന്നത്തെ ഉച്ച വിഭവങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനിയും ചെറിയ ചെറിയ കുക്കിംഗ് വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോ കാണാമേ.